നാട്ടുരാജ്യ ന്യൂസ് സ്പെഷ്യൽ എഡിഷൻ. പൈനാപ്പിൾ കർഷകരുടെ കാനിക്ഷാമം തീരാൻ കാനി മുളയ്ക്കുന്നത് കന്നാരച്ചക്കയിൽ നിന്നും. കാണുക നാട്ടുരാജ്യ ന്യൂസ്. നമസ്കാരം. ദേശീയ വായനാ ദിനാചരണത്തിലേക്ക് സ്വാഗതം. അവഗാഹത്താൽ അക്ഷരലോകം ഉജ്ജ്വലമാക്കിയ പ്രവാചകൻ വായനശീലം വളരട്ടെ, മാനവ ഹൃദയം തെളിയട്ടെ, വായനശീലം വളരട്ടെ. 13/5/2024 ബുധനാഴ്ച ദേശീയ വായനാ ദിനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ വായനാ ദിനാചരണം ആഘോഷിച്ചപ്പോൾ ഇടുക്കി ജില്ലയിലും PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിന ജില്ലാതല ഉദ്ഘാടനം പുറപ്പുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് PN പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് K. സോമൻ ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിനു ടി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ജോസ് വഴുതനാപ്പള്ളി, ലാലു ഷഹനാൻ, വിജു വർഗീസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അല്ലെങ്കിൽ അക്ഷരങ്ങളിലൂടെ അറിവുകൾ സമ്പാദിക്കുക, പത്രങ്ങളിലൂടെ വായിച്ച് അറിവുണ്ടാക്കുക, ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൂടെ പഠിച്ച് ഡിഗ്രി നേടുക, അങ്ങനെ ധാരാളമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അനൗപചാരികമായി സ്കൂളിന്റെയോ കോളേജിന്റെയോ ബെല്ലടിക്കലിന്റെയോ പരീക്ഷയുടെയോ അധ്യാപകന്റെയോ ഒന്നും സഹായമില്ലാതെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഫാർ എഡ്യൂക്കേഷൻ സിസ്റ്റം, സമാന്തരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് നമ്മൾ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ സുദിനത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച കവിതാ പാരായണം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. സ്കൂൾ ടീച്ചർ ഡിജിറ്റൽ വായനയിലൂടെ വായിച്ചു വളർന്ന ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാം വണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവുമുള്ള അന്തരീക്ഷം നിലനിർത്തുവാൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തും. എന്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് പുറപ്പുഴയിൽ നിന്നും KK വിജയൻ.